AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പാഠഭാഗമാണ്. നമ്മൾ മാപ്പിൽ ഇന്ത്യൻ മഹാസമുദ്രം കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇന്ത്യ മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സ്ഥാനം. അവിടെ എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ദക്ഷിണേന്ത്യയിലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സ്ഥാനം. ഇതിന്റെ മുക്കാഭാഗവും വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്താണ് ഭാഗമാണ് ഈ ദക്ഷിണേന്ത്യയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ബാക്കിയുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവ. ഇതൊക്കെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ വരുന്ന മറ്റ് രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ കുറിച്ചും അവിടുത്തെ ഫുഡ് ക്രോപ്സ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗം എന്താണ്? സമുദ്രമാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ ഭൂമി സമുദ്രത്താൽ ചുറ്റും നമ്മുടെ അപ്പുറമൊക്കെ സമുദ്രമാണ് അല്ലേ? അപ്പോൾ 2/3 ഭാഗവും സമുദ്രമാണ്. ബാക്കിയുള്ള ഭാഗമാണ് എന്ത്? സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ബാക്കി ഭാഗമാണ് എന്ത്? കര എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സമുദ്രങ്ങളൊക്കെ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല, എല്ലാം ഓരോ പീസായിട്ടാണ്. എല്ലാ കരകളും ഓരോരോ ഭാഗങ്ങൾ ഓരോരോ കരകളായിട്ടാണ്, അതായത് ഓരോ പീസായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം ഒരുമിച്ച് ഒരു കരയായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ കരഭാഗങ്ങളെ, ഇങ്ങനെ പീസായിട്ടുള്ള കരയുടെ ഈ കഷ്ണങ്ങളെ എന്താ പറയുന്നത്? ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് എന്ത്? ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കരകൾക്കും അല്ലെങ്കിൽ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും അതിലെ ഭൂപ്രകൃതിയൊക്കെ വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, പിന്നെ വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഈ ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ മാപ്പിൽ നിന്ന് നമ്മളോട് നമ്മുടെ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്, ഓഷ്യൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഭൂമിയുടെ 2/3 എന്താണ്? 2/3 എന്ന് പറയുന്നത് ഭൂമിയുടെ 2/3 എന്ന് പറയുന്നത് ഓഷ്യനാണ്, അതായത് സമുദ്രമാണ്. ബാക്കിയുള്ള റെസ്റ്റാണ് എന്ത്? ഓഷ്യൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗമാണ് എന്ത്? ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ലാൻഡ് മാസസിനെ പറയുന്നതാണ് എന്ത്? കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. അത് മീനിങ് പീസ് ഓഫ് ലാൻഡ് എന്നാണ് അർത്ഥം. ഈ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസസ് കണ്ടെയ്നിങ് ഡിഫറെന്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. അതായത് അവിടെ ഈ ലാർജ് ലാൻഡ് മാസസ്, അതായത് കരയുടെ ഈ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഭൂപ്രകൃതിയാണ് ഓരോ ഭൂഖണ്ഡത്തിനും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഭൂഖണ്ഡത്തിലും ടോൾ മൗണ്ടെയിൻസ്, എക്സ്പെൻസീവ് പ്ലെയിൻസ്, വാസ്റ്റ് ഡെസേർട്ട്, പ്ലാറ്റ്യൂസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതായത് കുറേയധികം എന്താ പറയുക, പർവ്വത നിരകൾ, അതുപോലെ തന്നെ എന്താണ്, വിശാലമായ സമതലങ്ങൾ, പിന്നെ മരുഭൂമികൾ, പീഠഭൂമികൾ എന്നിവയൊക്കെ നമുക്ക് ഈ ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് നമ്മളോട് ഇവിടെയുള്ള എന്താണ്? കോണ്ടിനെന്റ്സും ഓഷ്യൻസും, സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാപ്പ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് കരയുടെ ഭാഗത്തിനാണ് പറയുന്നത് എന്താണ്? കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്, ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ, ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് കരയുടെ ഭാഗത്ത് വരുന്നത്? വൈറ്റ് കളറിൽ കാണുന്നതാണ് കരയുടെ ഭാഗം, ബ്ലൂ കളറിലാണ് ഓഷ്യൻസ്. അപ്പോൾ ഏതൊക്കെയാണ് കരയുടെ ഭാഗങ്ങൾ വരുന്നത്? ഏഷ്യ ഉണ്ട്, പിന്നെ യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഇതാണ്. പിന്നെ ഏതാ? അന്റാർട്ടിക്ക. ഇതൊക്കെയാണ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ഏതാണ് ഓഷ്യൻസ് വരുന്നത്? പസഫിക് ഓഷ്യൻ, കണ്ടോ? ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ
അന്റാർട്ടിക് ഓഷ്യൻ ഓർ സതേൺ ഓഷ്യൻ. ഇതൊക്കെയാണ് ഓഷ്യൻസ്, അതായത് സമുദ്ര ഭാഗങ്ങളായിട്ട് വരുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടോ. നമ്മുടെ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഏത് GK ക്വസ്റ്റ്യൻ എടുത്താലും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടിനെന്റ്സ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ്. ഓക്കെ, നമ്മുടെ കോണ്ടിനെന്റ്സ് ഏതാണ്, നമ്മുടെ ഓഷ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇന്ത്യൻ കോണ്ടിനെന്റ്സ്. ഓക്കെ ഓക്കെ, അത് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സബ് കോണ്ടിനെന്റ്. സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭൂഖണ്ഡം എന്ന് പറയും. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെന്റ്സ്. അതായത് ഭൂഖണ്ഡങ്ങളേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്, ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഏത് പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്? പാമീർ പീഠഭൂമി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വായിക്കാം. ദ പാമിർ പ്ലാറ്റ്യൂ ജിയോഗ്രാഫിക്കലി സെപ്പറേറ്റ്സ് ദ സദേൺ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെന്റ് ഫ്രം അതർ പാർട്സ്. ദ ടോപ്പോഗ്രാഫി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഹൈ mountain peaks, vast plains, desert regions, plateaus formed of hard rocks, coastal plains and islands. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇവയെല്ലാം ഉൾപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, മരുഭൂമി പ്രദേശങ്ങളുണ്ട്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളുണ്ട്, പിന്നെ തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇവയൊക്കെ ഉൾപ്പെട്ടതാണ് എന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ഒരു ടോപ്പോഗ്രാഫി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഹൈ മൗണ്ടൻ പീക്സ്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ് ഫോംഡ് ഓഫ് ഹാർഡ് റോക്സ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തിയിൽ എന്താണുള്ളത്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ വടക്കേ അതിർത്തിയിൽ എന്താണ്? ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ എന്താണ്? അരക്കൻ പർവ്വതനിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും, അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തിയിൽ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർത്തിൽ എന്താണ് കാണപ്പെടുന്നത്? ഹിമാലയ. അതുപോലെ തന്നെ ഈസ്റ്റിൽ എന്താണ് കാണപ്പെടുന്നത്? അരക്കൻ റേഞ്ചസ് എന്ന് പറയും. നെക്സ്റ്റ് വെസ്റ്റിൽ എന്താണ് കാണപ്പെടുന്നത്? ഹിന്ദുക്കുഷ് റേഞ്ച് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സദേൺ ബൗണ്ടറിയിൽ എന്താണ്? ഇന്ത്യൻ ഓഷ്യനാണ് കാണപ്പെടുന്നത്. ഇതാണ് ഓരോ ഭാഗത്തിലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഓരോ ദിശകളിലും കാണപ്പെടുന്ന കാര്യങ്ങൾ. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. അതായത് ഓരോ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സബ് കോണ്ടിനെന്റിനെ കുറിച്ചൊക്കെ നോക്കിയില്ലേ? അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ടീച്ചറെ ചോദിക്കാം. സബ് കോണ്ടിനെന്റ്സ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് വിത്ത് എ ഡൈവേഴ്സ് ടോപ്പോഗ്രാഫി and climate as continents. On the basis of this statement, explain the feature of Indian subcontinent. ഇപ്പം നമ്മൾ അതായത് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു
വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിശാല ഭൂഖണ്ഡ പ്രദേശങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് കോണ്ടിനെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ നമ്മളോട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മളോട് ഒരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ കുറിച്ച്. അപ്പോൾ അത് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സബ് കോണ്ടിനെന്റിനെ കുറിച്ച്. അതായത് സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെന്റ്സ്. ദ പാമിർ പ്ലാറ്റോ geographically separates the southern part of Asian continent from the other parts. The topography of Indian subcontinent consisting of high mountain peaks, vast plains, desert regions, plateau formed of hard rocks, coastal plains and islands. അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ബോറോഡ് ബൈ ദ ഹിമാലയാസ് ഓൺ ദ നോർത്ത്, ദ അറക്കൻ റേഞ്ചസ് ഓൺ ദ ഈസ്റ്റ്, ഹിന്ദുക്കുഷ് റേഞ്ചസ് ഓൺ ദ വെസ്റ്റ് ആൻഡ് ദ സദേൺ ബൗണ്ടറിയിൽ എന്താണ് ഇന്ത്യൻ ഓഷ്യനാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ നോട്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ടീച്ചർ വായിക്കാം. The topography of the Indian subcontinent include high mountain peaks, vast plains, desert regions, plateaus formed of hard rock, coastal plains and islands. The Indian subcontinent is bordered by the Himalayas on the north, Arakan ranges on the east and the Hindukush range on the west, and the southern boundary of the Indian subcontinent is the Indian Ocean. മനസ്സിലായി? അതായത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിൻ്റെ കൂടെ എന്താണ് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൻ്റെ ഓരോ അതിർത്തിയിലും കാണപ്പെടുന്ന എന്തൊക്കെയാണ് കാണപ്പെടുന്നത് അതും എഴുതുക. അതാണ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചിട്ട് നമ്മൾ അവിടുത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84 ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ആ ചിത്രം നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ അണ്ടർസ്റ്റുഡായി, എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അതായത് ദ കൺട്രീസ് ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ് ആർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന കൺട്രികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്. ഇതുപോലെ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. 7 കൺട്രീസാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. Okay, the mountains that lie to the north of the subcontinent are Hindukush and Himalayas. അതായത് ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് ഇതൊക്കെ, ഹിന്ദുക്കുഷും ഹിമാലയവും എന്നിവ. മനസ്സിലായോ? അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. The mountains that lie to the north of the subcontinent are Hindukush and Himalayas. Hindukush is situated in the Pakistan and Himalayas lie in India, Nepal and Bhutan. അതായത് ഹിന്ദുക്കുഷ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലാണ്. അതുപോലെ ഹിമാലയം എവിടെയാണ് ലൈ ചെയ്തിരിക്കുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാൾ, ഇന്ത്യ, അതുപോലെ ഭൂട്ടാൻ. ഇവിടെയാണ് ഹിമാലയം ഹിമാലയം പരന്നു കിടക്കുന്നത്. ഹിന്ദുക്കുഷ് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ പരന്നു കിടക്കുന്നത് പാകിസ്ഥാനിലും, ഹിമാലയം പരന്നു കിടക്കുന്നത് എവിടെയാണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലുമായിട്ടാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദി ടോളസ്റ്റ് മൗണ്ടൻ പീക്സ് ഇൻ ദ വേൾഡ് ആർ ഇൻ ഹിമാലയ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മിക്ക കൊടുമുടികളും എവിടെയാണുള്ളത്? ഹിമാലയത്തിലാണ് ഉള്ളത്. To the south of the Himalayas lies a vast plain. This extensive plain is formed by the alluvial deposit brought by the rivers Indus, Ganga and Brahmaputra. These plains known as North Indian Plain or Great Plains stretch from the east to the west of the subcontinent. അതായത് ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്താണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വന്ന എക്കൽ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള ഉത്തര മഹാസമതലങ്ങൾ ഉള്ളത്. ഓക്കെ, ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വന്ന എക്കൽ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള ഉത്തര മഹാസമതലങ്ങൾ ഉള്ളത്. ഈ സമതലം ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് തെക്ക് ഭാഗത്ത് ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വരുന്നുണ്ട്. അപ്പോൾ ആ നദികൾ വഹിച്ചുകൊണ്ട് വന്ന നദികൾ ഒഴുകുമ്പോൾ കൂടെ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള ഉത്തര മഹാസമതലങ്ങൾ അവിടെയുണ്ട്. ഈ സമതലം ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്കൽ ഡെപ്പോസിറ്റ് അല്ലെ, അതിനെയാണ് പറയുന്നത് അല്ലുവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഉത്തര മഹാസമതലങ്ങളെ പറയുന്നതാണ് എന്ത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഗ്രേറ്റ് പ്ലെയിൻസ് എന്നൊക്കെ പറയുന്നത്. അത് എവിടെ തൊട്ടാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റ് ടു വെസ്റ്റ് വരെ വ്യാപിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞു. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതായത് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞു, അത് എവിടെ തൊട്ടാണ് സബ് കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റ് ടു വെസ്റ്റ് വരെ എന്താണ് വ്യാപിച്ച് കിടക്കുക എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഈ സമുദ്ര പ്രദേശങ്ങൾ എവിടെയാണ്? ഈ ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന സമുദ്ര പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, അതുപോലെ ഫലഭൂയിഷ്ടമായ മണ്ണ്. പിന്നെന്തൊക്കെയാണ്? അബണ്ടൻറ്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്, നദികളാൽ ജലസമൃദ്ധമാണ്. പിന്നെന്താണ്? പ്ലെയിൻ ലാൻഡ്സ്കേപ്പ്, അതായത് നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. പിന്നെന്താണ്? തിക്കിലി പോപ്പുലേറ്റഡ്, ജനനിബിഡാണ്. തിക്കിലി പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം ആളുകൾ വസിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ചിത്രമുണ്ട്, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെയാണെന്നുള്ളത്. എവിടെയാണ്? കണ്ടില്ലേ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കണ്ടില്ലേ? ബ്ലൂ കളറിൽ കാണുന്നത്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണുന്നതാണ് എന്ത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ എന്താ പറയുക, ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കണ്ടു ഇല്ലേ? അതായത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ, അതിൻ്റെ സവിശേഷതകളൊക്കെ കണ്ടു. ഈ ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗത്ത് എന്താണ്? പീഠഭൂമിയാണ്. ഓക്കെ, ദ സതേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് എ പ്ലാറ്റ്യൂ എന്ന് പറയും, അതായത് പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ സദേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് എ പ്ലാറ്റ്യൂ. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ ഏത് ഭാഗത്താണ്? ഈ ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗത്ത് എന്താണ്? പീഠഭൂമി അഥവാ പ്ലാറ്റ്യൂ ആണ്. അത് ഏകദേശം എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 150 മുതൽ 900 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് റഫ്ലി ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈസ് കോൾഡ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയും. അതായത് ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തര മഹാസമുദ്രം, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ തെക്ക് ഭാഗത്ത് സദേൺ ഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത്? പീഠഭൂമി അഥവാ പ്ലാറ്റ്യൂ ആണ് കാണപ്പെടുന്നത്. ഏകദേശം സീ ലെവലിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു ട്രയാങ്കുലർ ആകൃതിയിലാണ് കാണപ്പെടുന്നത്, ത്രികോണാകൃതിയിലാണ് ഈ ഭൂഭാഗം കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താണ് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി അഥവാ എന്താണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സദേൺ പാർട്ടിലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ സദേൺ പാർട്ടിൽ ഇതാണ് പ്ലാറ്റ്യൂ ആണ് കാണപ്പെടുന്നത്. അതെന്താണ്? ട്രയാങ്കുലർ ഷേപ്പിലാണ്. അതിനെ എന്താണ് പറയുന്നത്? പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ് പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ എവിടെയാണ്? വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ച് കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണെന്ത്?
ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെനിൻസുലാർ പ്ലാറ്റോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ സദേൺ പാർട്ടിൽ കാണപ്പെടുന്നതാണ് ഈ പീഠഭൂമി. ഏകദേശം 150-900 മീറ്റർ വരെ സീ ലെവലിന് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ പ്ലാറ്റോനെ, ഈ പീഠഭൂമിനെ പറയുന്നതാണ് എന്ത്, പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലാറ്റോന്റെ വടക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആയിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വരണ്ട ഭൂപ്രദേശമാണ് എന്ത്, ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ദ താർ ഡെസേർട്ട് ഈസ് ആൻ അരിഡ് ലാൻഡ് ദാറ്റ് സ്ട്രെച്ചസ് നോർത്ത് വെസ്റ്റ് ഓഫ് ദി പെനിൻസുലർ പ്ലാറ്റോ അക്രോസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇൻ ദിസ് sparsely rain-fed region, the natural vegetation includes cacti and shrubs. അതായത് ഇവിടെ താർ മരുഭൂമി എന്നാണ് നമ്മൾ പ്രദേശത്തെ പറയുന്ന പേരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ വളരെ വിരളായിട്ട് മാത്രമാണ് ഇന്ന് മഴ ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് വളരുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടികളും, കാക്ടസ് ഇല്ലേ, കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ്. കാക്ടസും അതുപോലെ ഷ്രബ്സൊക്കെയാണ് ഇവിടെ വളരുന്ന സസ്യജാലങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഹാസ് എ ലോങ് കോസ്റ്റൽ ലൈൻ. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ എന്തുണ്ട്, തീരപ്രദേശമുണ്ട്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഹാസ് എ ലോങ് കോസ്റ്റൽ ലൈൻ. The island nations of Maldives and Sri Lanka and smaller island groups such as Lakshadweep and Andaman and Nicobar etc. are the part of the Indian subcontinent. അതായത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. അതിൽ മാലദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റോ എവിടെയാണ് കാണപ്പെടുന്നത്? അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിൻ്റെ സദേൺ പാർട്ടിലാണ് കാണപ്പെടുന്നത് അല്ലേ. ഈ പ്ലാറ്റോ കാണപ്പെടുന്നത് ട്രയാങ്കുലർ ഷേപ്പൊക്കെയാണ് നമ്മൾ പറഞ്ഞ പെനിൻസുലാർ പ്ലാറ്റോ അല്ലേ. അപ്പോൾ ഈ സദേൺ പാർട്ടിൽ കാണപ്പെടുന്ന ഈ പ്ലാറ്റോ എവിടേക്കാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമ്മളോടൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മാപ്പ് വെച്ചിട്ട് നമ്മളോട് ഇതൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ പെനിൻസുലാർ പ്ലാറ്റോ ഈസ് സ്പ്രെഡ് ഓവർ, എവിടേക്കാണ് പെനിൻസുലാർ പ്ലാറ്റോ? നോക്കിക്കേ, ഒരു ബ്രൗൺ ഷെയ്ഡിൽ കാണപ്പെടുന്നില്ലേ, അതെവിടേക്കാണ് നോക്കൂ, സദേൺ പാർട്ടിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സദേൺ പാർട്ടിലാണ് ഈ പെനിൻസുലാർ പ്ലാറ്റോ കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതെവിടേക്കാണെന്ന് നോക്കിക്കേ, ഉപദ്വീപീയ പീഠഭൂമി അതെവിടേക്കാണ് കാണപ്പെടുന്നത്? ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗത്ത് സദേൺ പാർട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിന് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ താഴെ ഭാഗത്ത് തെക്ക് ഭാഗത്താണ് അല്ലേ. അപ്പോൾ എവിടേക്കാണ് കാണപ്പെടുന്നത് പെനിൻസുലർ പ്ലാറ്റോ? നോക്കിക്കേ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പിന്നെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, തെലുങ്കാന, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇവിടേക്കാണ് എന്ത്, പെനിൻസുലാർ പ്ലാറ്റോ കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഉപദ്വീപീയ പീഠഭൂമി പരന്നു കിടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് എന്ത്, ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റോ പരന്നു കിടക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇനി ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലെ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉള്ളത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണപ്പെടുന്നത്? കുറേ സ്ത്രീകൾ വെള്ളം കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് കാണപ്പെടുന്നത് അല്ലേ. അതായത് അവർ വെള്ളം ഒരു വീട്ടിലെ ആവശ്യത്തിനായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ. അപ്പം മഴ താരതമ്യേന കുറവുള്ള മരുപ്രദേശങ്ങളിലെ ജീവിതമാണ് എന്ത്, ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ. അതായത് മഴ കുറവുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം എവിടുന്ന് കിട്ടുന്നു അത് ശേഖരിച്ചിട്ട് അവർ കുടങ്ങളിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ.
ഇവിടെ ജലശേഖരണത്തിനായിട്ട് കിലോമീറ്ററുകളോളം പോകേണ്ട സാഹചര്യം ജനങ്ങൾക്കുള്ളപ്പോൾ ജലലഭ്യത കൊണ്ട് സമ്പന്നമായ ഇടങ്ങളുമുണ്ട് ഇല്ലേ? അപ്പോൾ അപ്പോൾ ഇതുപോലെ ആളുകൾ കുറേ ജലം ആവശ്യമായിട്ട് വരുന്ന സാഹചര്യം എന്താണ്, കുറേ കിലോമീറ്ററുകൾ വെള്ളം നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് അവർ കിലോമീറ്ററുകളോളം നടന്നിട്ട് വെള്ളം ശേഖരിച്ചിട്ട് അവർ വീട്ടുകളുടെ ആവശ്യത്തിന് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നാലോ ജലത്താൽ സമ്പന്നമായിട്ടുള്ള ഇടങ്ങളും ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ വെള്ളത്തിന് വേണ്ടിയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സാമൂഹിക ജീവിതത്തെ ഗൗരവപരമായിട്ട് തന്നെ ബാധിക്കുന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ തീരപ്രദേശങ്ങളിലെ ജനജീവിതം പ്രധാനമായും കടലിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. രണ്ടാമത്തെ ചിത്രം തീരപ്രദേശമാണ് കാണപ്പെടുന്നത് അല്ലേ, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് കടലിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. The first picture depicts life of desert regions where rainfall is relatively low, where people have traveled for miles to collect water, while there are places rich in water availability. The reality is that hardship of women for collecting water seriously affects the social life of women, including their education. അല്ലേ, അവർ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, അവർക്ക് വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളത്തിന് വേണ്ടി അവർ വെള്ളം ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റുഡ് ഫ്രം ദ സെക്കൻഡ് പിക്ചർ ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ കോസ്റ്റ് ഏരിയാസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ സീ. അതായത് രണ്ടാമത്തെ ചിത്രം എന്താണ് മനസ്സിലാക്കുന്നത്, അതൊരു തീരപ്രദേശത്തെ ഒരു ചിത്രമാണ്. അതുകൊണ്ട് അവർ മെയിൻലി അവർ ആശ്രയിക്കുന്നത് എന്താണ്, കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇനിയൊന്ന് പറയട്ടെ, നമ്മുടെ കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്? The climate of India generally known as monsoon climate. അതിനെക്കുറിച്ച് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കാലാവസ്ഥയിലെ പൊതുവെ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ എന്താണ്, മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഓക്കെ, വായിക്കാം. The word monsoon is derived from Arabic word mausim, which means seasons. Okay, ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന ഈ കാറ്റ് ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഓക്കെ, ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന ഈ കാറ്റ് എന്താണ്, ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. മൺസൂൺ മീൻസ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. മൺസൂൺ വിൻഡ് എന്തിനെയാണ് സ്വാധീനിക്കുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ക്ലൈമറ്റ് കണ്ടീഷനെ സ്വാധീനിക്കുന്നു. ദിസ് വിൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ അക്കോർഡിംഗ് ടു ദ സീസൺസ്. അതായത് സീസണിനനുസരിച്ച് ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓരോ സീസണിനും എന്താണ് ഈ കാറ്റിൻ്റെ ദിശ മാറിയാണ് വരുന്നത്. ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന ഈ കാറ്റ് ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, മൺസൂൺ ഇൻ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് വെസ്റ്റ് മൺസൂൺ. മൺസൂണിനെ രണ്ടായിട്ട് ഇന്ത്യയിലെ മൺസൂണിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നും അതുപോലെ തന്നെ ഏതാണ്, നോർത്ത് വെസ്റ്റ് മൺസൂൺ എന്നും. അതായത് ഇന്ത്യയിലെ മൺസൂണിനെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നും വടക്ക് കിഴക്കൻ കാലവർഷം എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാലാവസ്ഥയിൽ പൊതുവെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്താണ്, മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ മനസ്സിലായോ?
the Indian subcontinent has unique climatic conditions. Although there exist regional variations, the climate of the Indian subcontinent is generally known as monsoon climate. The word monsoon is derived from the Arabic word mawsim, which means seasons. Monsoon means influence the climate of the Indian subcontinent. മൺസൂണിൻ്റെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ക്ലൈമറ്റിനെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദിസ് വിൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ സീസൺസ്. ഋതുക്കൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ സീസൺസിനനുസരിച്ച് ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മൺസൂൺ ഇൻ ഇന്ത്യ ഇസ് ഡിവൈഡ് ഇൻ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് വെസ്റ്റ് മൺസൂൺ. മൺസൂൺ ഇന്ത്യയിലെ മൺസൂണിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ പിന്നെ നോർത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇൻ മെയ് ആൻഡ് ജൂൺ സൗത്ത് വെസ്റ്റ് വിൻഡ്സ് ബ്ലോവിംഗ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ സബ് കോണ്ടിനെൻറ്റ് കോസ് റെയിൻഫോൾ. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെയ് ആൻഡ് ജൂൺ സൗത്ത് വെസ്റ്റേർലി വിൻഡ്സ് ബ്ലോവിംഗ് ഫ്രം ദ Indian Ocean to the subcontinent cause rainfall. These are known as southwest monsoon. ഇതിനെയാണ് എന്ത് പറയുന്നത്? അതായത് മെയ് ജൂൺ മാസങ്ങളിൽ പെയ്യുന്ന ഇതിനെയാണ് പറയുന്നത് എന്ത് കാലവർഷം? തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നാണ് പറയുന്നത്. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇവ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ മെയ് ആൻഡ് ജൂൺ സൗത്ത് വെസ്റ്റേർലി വിൻഡ്സ് ബ്ലോവിംഗ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ സബ് കോണ്ടിനെൻറ്റ് കോസ് റെയിൻഫോൾ. ദീസ് ആർ നോൺ ആസ് സൗത്ത് വെസ്റ്റ് മൺസൂൺസ്. ഓക്കെ, ഡ്യൂറിംഗ് സമ്മർ സോൾസ്റ്റിസ്, when the position of the sun is over the subcontinent, the air over the land gets heated and rises. The moisture laden wind from the ocean blows towards the land and its rain is rain in many parts of the subcontinent. അതായത് സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയും ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി വായിക്കാം. സൂര്യൻ്റെ അയനം മൂലം എന്തുമൂലമാണ്? ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റിസ്, സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് എവിടെയായിരിക്കും? ഏറ്റവും മുകളിലായിരിക്കും. അപ്പം കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുകയും ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മഴ പെയ്യുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ദി മെയ് ആൻഡ് ജൂൺ the southwesterly winds blowing from the Indian Ocean to the Indian subcontinent causes widespread rainfall. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? മെയ് ജൂൺ മാസങ്ങളിൽ പെയ്യുന്നതാണ് ഏത് കാലവർഷം? മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് മഴയ്ക്ക് കാരണമാകുന്നത്. ആ കാലവർഷമാണ് ഇന്ന് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിൻ്റെ അയനം മൂലമാണ്? സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് വരികയും ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഉയർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് ഇങ്ങനെ മഴ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വടക്ക് കിഴക്കൻ കാലവർഷം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൂടെയാണ് ഉണ്ടാവുന്നത്. വടക്ക് കിഴക്കൻ കാലവർഷം, 2 മൺസൂണുകൾ നമ്മൾ പറഞ്ഞു, 2 കാലവർഷങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഏതൊക്കെയാണ് നമ്മൾ കാലവർഷങ്ങൾ പറഞ്ഞത്? തെക്ക് പടിഞ്ഞാറൻ കാലവർഷവും പിന്നെ വടക്ക് കിഴക്കൻ കാലവർഷം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് ജൂൺ മാസങ്ങളിലാണ്. ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊരു കാലവർഷം ഉണ്ട്, അതാണ് വടക്ക് കിഴക്കൻ കാലവർഷം. ഓക്കെ, അപ്പോൾ
during winter solstice, the position of the sun is over the Indian Ocean. The air over the sea gets heated and rises, and wind blows here from the north. As the winds blowing from the northeast to the southwest during September October are generally dry. The amount of rainfall will be less, but the absorption of water vapor from the Bay of Bengal leads to widespread rainfall over the eastern coast of the peninsula. മനസ്സിലായോ? അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് വടക്ക് കിഴക്കൻ കാലവർഷം സംഭവിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് വടക്ക് കിഴക്കൻ കാലവർഷം ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ സമയത്ത് റെയിൻഫോൾ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ കാലവർഷത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് വടക്ക് കിഴക്കൻ കാലവർഷം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റാണ് മഴയ്ക്ക് കാരണമാകുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ സ്ഥാനം എവിടെയായിരിക്കും? ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. അപ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരികയും ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ചെയ്യുന്നതോടെയാണ് അവിടെ മഴ പെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ അതാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആവുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? സമുദ്രോപരിതലത്തിലെ വായുവാണ് ചൂട് പിടിച്ച് വരികയും ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നതോടെ വടക്ക് കിഴക്കൻ കാലവർഷം ആരംഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ് എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ട നോട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സീസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് എത്ര തരം മൺസൂൺ ഉണ്ട്? 2 തരം മൺസൂൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 2 തരം മൺസൂണുകളും എപ്പോഴൊക്കെയാണ്? മെയ് ജൂൺ മാസത്തെ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? കരയുടെ ഭാഗത്ത് ഭൂഖണ്ഡത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വീശണ കാറ്റ്, അപ്പോൾ അവിടെ മുതൽ അതും എഴുതണം. അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എവിടെയായിരിക്കും സൂര്യൻ്റെ സ്ഥാനം? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ സമുദ്രത്തിൽ വായുവാണ് ചൂട് പിടിച്ച് വരുന്നത്. അപ്പോൾ വീശുന്ന കാറ്റ്, അപ്പോൾ അതും കൂടി എഴുതുക. അതാണ് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്ന് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് എൻ ഏരിയ എന്തൊക്കെയാണ്? ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, ദ ഫിസിയോഗ്രാഫി, പ്രോക്സിമിറ്റി ഓഫ് ടു ഓഷ്യൻ, വിൻഡ്. എന്തൊക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന, ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ് എന്നിവയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മനസ്സിലായോ? ഇപ്പം നമ്മൾ അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കണ്ടു. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പ്രധാന അക്ഷാംശ രേഖയുണ്ട്. ഉത്തരായന രേഖാംശയ്ക്കും പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖാംശയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രധാന അക്ഷാംശ രേഖയാണ് ഏതാണ്? ഉത്തരായന രേഖയാണ്. അതിന് 2 വശത്തും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. 2 തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. മനസ്സിലായോ?
The climatic experience are different on either side of Tropic of Cancer, an important latitude. The northern part of Tropic of Cancer experience temperature climate, while the southern part of the tropical climate. Southern part has a tropical climate. അപ്പോൾ നോർത്തേൺ പാർട്ടിൽ ഏതാണ് ടെമ്പറേച്ചർ ക്ലൈമറ്റ് ആണ്, എന്നാൽ സദേൺ പാർട്ടിൽ എന്താണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ ഉത്തരായന രേഖയ്ക്ക് ഇരുവശത്തും വ്യത്യസ്ത കാലാവസ്ഥയാണ്. വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. The difference in the temperature during the winter and summer seasons in tropical regions is generally moderate. അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൽ, അതായത് ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയിൽ, അതാണ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വിൻ്റർ സീസണിലും അതുപോലെ തന്നെ സമ്മർ സീസണിലുമുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും അതുപോലെ തന്നെ ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ വ്യത്യാസം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്, വളരെ മിതമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ബട്ട് ദ ഡിഫറൻസ് ഇസ് ജനറലി ഗ്രേറ്റർ ഇൻ ദ ടെമ്പറേച്ചർ റീജിയൻസ്. മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില എന്തായിരിക്കും, അതിൻ്റെ താപനിലയിലെ ഡിഫറൻസ് എന്തായിരിക്കും, ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കും, പൊതുവെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇപ്പോൾ മനസ്സിലായില്ലേ അത്. ഇനി ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെറ്റർ വായിച്ചിട്ട് എന്താ പറയുക, ഇവിടെ ഞാൻ പറയാം, മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിയർ സിസ്റ്റർ, ഞാൻ മലയാളത്തിൽ വായിക്കാം. പ്രിയപ്പെട്ട അനുജത്തി, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പകൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ഞാൻ കമ്പിളി വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. തണുപ്പ് വളരെ കൂടുതലായതിനാൽ രാത്രിയിൽ 2 പുതപ്പ് പുതയ്ക്കേണ്ട അവസ്ഥയാണ്. വീട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ പോലും ഫാൻ ഉപയോഗിച്ചിരുന്ന എനിക്കിത് ആശ്ചര്യമാണ്. പച്ചവെള്ളത്തിൽ കുടിച്ചിരുന്ന എനിക്കിപ്പോൾ അത് ഓർക്കുവാൻ കൂടി സാധിക്കുന്നില്ല. അവധിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആപ്പിളും സ്ട്രോബെറിയും കൊണ്ടുവരാം. നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ അവ വളരുകയില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ലെറ്റർ വായിച്ചപ്പോൾ, ഈ കുട്ടി മൂന്നാറിൽ ഇരുന്നിട്ട് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ മൂന്നാറിൽ എന്താണ്, പൊതുവെ തണുത്ത കാലാവസ്ഥയാണ് അല്ലേ. അപ്പോൾ ദിയ പഠിക്കുന്ന മൂന്നാറിലെ പകൽ സമയം പോലെ എന്താണ്, തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതാണ് ഈ കുട്ടിയുടെ ലെറ്ററിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ്, രാത്രിയിൽ തണുപ്പ് പകലത്തേക്കാൾ എന്താണ് കൂടുതലാണ്. അതുകൊണ്ടാണ് കുട്ടി എന്ത് പറഞ്ഞു, 2 കമ്പിളി പുതപ്പ് പുതച്ചിട്ടാണ് കുട്ടി അടക്കണേന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തെ ആ കുട്ടിയുടെ സ്വന്തം ദേശമായ തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ മൂന്നാറിലെ കാലാവസ്ഥ അല്ലേ. മൂന്നാറിലെ തണുപ്പ് കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് വളരുക, ആപ്പിളും സ്ട്രോബെറിയൊക്കെ പോലുള്ള ഫ്രൂട്ട്സ് അവിടെ വളരുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെയാണ് നമുക്ക് ഈ കത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ മൂന്നാറിലെ കാലാവസ്ഥയ്ക്കുള്ള ഈ വ്യത്യസ്തതയ്ക്കുള്ള കാരണം എന്താണ്? ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ ക്ലൈമറ്റ് ഓഫ് മൂന്നാർ എന്താണ്? മൂന്നാർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ മെയിൻ സീ ലെവൽ. അതായത് മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ്. മൂന്നാർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ മെയിൻ സീ ലെവൽ. Cooled climate is experienced here because as height increases temperature decreases. അതായത് ഉയരം കൂടുന്നോറും താപനില കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിലല്ലേ, നല്ല ഉയരമുള്ള പ്രദേശത്തിൽ കാണപ്പെടുന്ന പ്രദേശമാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ എത്രയധികം തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയരം കൂടുന്നോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാർ ഉയരം കൂടിയ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൂന്നാറിലെ കാലാവസ്ഥ വളരെ തണുപ്പായിട്ട് അനുഭവപ്പെടുന്നത്. ഇനി നമുക്കൊരു കാര്യം പഠിക്കാം. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. അരുൺ ക്ലാസ്സിൽ വായിച്ച ഈ പ്രസ്താവന ശരിയോ തെറ്റോ, എന്തായിരിക്കാം കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. While Kerala, that lies on the western slope of the Western Ghats, receives heavy rainfall, Tamil Nadu, that lies on the eastward side of the Western Ghats, receives less rainfall. Is this statement read by Arun in his class true or false? What might be the reason? എന്താണ് ഇതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്.
അരുൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ബിക്കോസ് ദ ഫിസിയോഗ്രാഫി പ്ലേസ് എ മേജർ റോൾ ഇൻ ട്രെയിനിങ്. അതായത് അരുണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അതായത് മഴ പെയ്യ്ക്കുന്നതിൽ ഭൂപ്രകൃതിക്ക് വളരെയധികം പങ്കാണുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ മൗണ്ടെയ്ൻസ് ദാറ്റ് ആർ ഇൻക്ലൈൻ ടു ദ ഡിറക്ഷൻ ഓഫ് ദി മോയ്സ്ചർ ക്യാരിയിങ് വിൻഡ് ബ്ലോക്ക് ദ വിൻഡ് ആൻഡ് റെയിൻഫോൾസ്. Thus, while Kerala on the western slopes of the Sahya Hills receives a lot of rain, Tamil Nadu on the eastern slopes generally receives less rainfall. Such areas are called rain shadow areas. അതായത് മഴ പെയ്യ്ക്കുന്നതിൽ ഭൂപ്രകൃതിക്ക് വളരെയധികം നല്ലൊരു പങ്കാണുള്ളത്. അപ്പോൾ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ, ഈർപ്പവാഹി എന്ന് പറഞ്ഞ ഈർപ്പം നിറഞ്ഞ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയാണ് മഴ പെയ്യ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ കിഴക്കേ ചെരിവിലുള്ള തമിഴ്നാട്ടിൽ മഴ പൊതുവെ കുറയുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്ക് ഈർപ്പത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയാണ് മഴ പെയ്യ്ക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഇപ്പോഴത്തെ ഭാഗത്ത് എങ്ങനെയായിരിക്കും, കിഴക്കേ ചെരിവിൽ എങ്ങനെയായിരിക്കും, തമിഴ്നാട്ടിൽ മഴ വളരെ കുറയുകയും ചെയ്യുക. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളെ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ പറയുക? മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് റെയിൻ ഷാഡോ ഏരിയാസ്. എന്താ പറയുക? റെയിൻ ഷാഡോ ഏരിയാസ്. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ ഈസ്റ്റേൺ സ്ലോപ്പാണ്. അപ്പോൾ അവിടെ മഴ നിഴൽ പ്രദേശങ്ങളാണ്. അവിടെ റെയിൻഫോള് വളരെ ലെസ്സായിരിക്കും. മറ്റേതാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ വെസ്റ്റേൺ സ്ലോപ്പിലാണ്, സഹ്യ ഹിൽസിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിലായതുകൊണ്ട് അവിടെ ലോഡ്സ് ഓഫ് റെയിനാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? ഭൂപ്രകൃതിയാണ്. അപ്പോൾ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം എന്താണ്? മനസ്സിലായില്ലല്ലേ? കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയാണ് മഴ പെയ്യ്ക്കുക. അപ്പോൾ ഈ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് എന്തായിരിക്കും? പൊതുവെ മഴ കുറവായിരിക്കും. അതിനെയാണ് മഴ നിഴൽ പ്രദേശങ്ങളെന്ന് പറയുന്നത്. മഴ കുറവായ പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഈ പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് വീശുന്നിടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നു പോകുന്നുണ്ട്. ആ പർവ്വതനിരകളെ കാറ്റ് തടഞ്ഞു നിർത്തിയിട്ടാണ് അവിടെ മഴ പെയ്യ്ക്കണമെന്ന് പറഞ്ഞു. ഇവിടെ സമാന്തരമായിട്ട് പർവ്വതനിരക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ കാറ്റ് വീശുന്നിടങ്ങളിൽ അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവിടെ എന്താണ് ചെയ്യുന്നത്? കാറ്റ് മഴയും കൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്യ്ക്കാണ്ട് പോകുന്നു. അപ്പോൾ രാജസ്ഥാനിലെ ആരാവലി മരനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയത് എങ്ങനെയാണ്? ഈ തടഞ്ഞു നിർത്തിയിട്ട്, അതായത് അവിടെ മലനിരകൾ സമാന്തരമായിട്ടല്ലേ, ഈ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടായിരിക്കും ഈ കാറ്റ് വീശുന്നുണ്ടാവുക. അപ്പോൾ ഈ കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് മഴയും കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ആ കാറ്റിനെ തടഞ്ഞു നിർത്താൻ അവിടെ ആ മലനിരകൾ അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് സമാന്തരമായിട്ടായിരിക്കും വീശുന്നുണ്ടാവുക. അതുകൊണ്ടാണ് എന്താ പറയുക, രാജസ്ഥാനിലെ ആരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറിയത്. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമായാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. വെൻ മോയ്സ്ചർ ലേഡൻ winds blow parallel to the mountain ranges, wind pass without precipitation because there are no barriers to obstruct. This is the reason behind the desertification of the region comprising Aravalli ranges of Rajasthan. മനസ്സിലായല്ലോ? അതായത് രാജസ്ഥാനിൽ മരുഭൂമിയായിട്ട് കാണാൻ കാരണം എന്താണ്?
അതായത് അവിടെ സമാന്തരമായിട്ടാണ്, പാരലായിട്ടാണ് അവിടെ കാറ്റ് വീശുക. അപ്പോൾ അതുകൊണ്ട് ആ കാറ്റ് മഴേനെയും കൊണ്ട് പോവുക ചെയ്യുക. ഓക്കെ, അവിടെ തടഞ്ഞു നിർത്താനായിട്ടുള്ള മലനിരകളില്ല. അവിടെ സമാന്തരമായിട്ടാണ് അവിടെ കാറ്റ് വീശുക. അതുകൊണ്ട് ഓക്കെ, the areas is in close proximity to ocean experience humid climate. The areas far away from the ocean experience relatively dry climate. അപ്പോൾ ഓഷനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഹ്യൂമിഡ് ക്ലൈമറ്റ്, ഓഷനോട് വളരെ ഫാറായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇറ്റ്സ് ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിനെ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലൈമറ്റിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടെൽ വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ ഇൻ ദ വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ റീജിയണൽ ഡിഫറൻസസ് ഇൻ ദ ടോപ്പോഗ്രാഫി ആൻഡ് ക്ലൈമറ്റ് അഫക്റ്റ് പീപ്പിൾസ് ലൈഫ്സ് ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതിൽ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണെന്ന് പറയണം. ഒപ്പം ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തി ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏലമുണ്ട്, ഗോതമ്പും കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടത്തിൽ വളരുന്ന ഏതായിരിക്കും? ഏലമായിരിക്കും. അപ്പോൾ ഇതുകൂടാതെ ഏതൊക്കെയായിരിക്കും വളരുന്നുണ്ടാവുക? കുരുമുളക്, ഇഞ്ചി, ഗ്രാമ്പൂ, ജാതി പോലുള്ള വിളകളും പ്രധാനമായിട്ട് പശ്ചിമ മേഖലയിൽ വളരുന്നുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, പ്രത്യേകിച്ച് ആഹാര രീതി, വസ്ത്രധാരണ രീതി, കൃഷി എന്നിവ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന ഘടകം. ഉദാഹരണമായിട്ട് മിതമായിട്ട് വെള്ളം ആവശ്യമുള്ള ഗോതമ്പ് കൃഷി വടക്കൻ സമതല പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ ധാരാളം ജലം ആവശ്യമായിട്ടുള്ള നെല്ല് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മഴയുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. തണുപ്പ് ഏറെയുള്ള മലമ്പ്രദേശങ്ങളിലാണ് ആപ്പിള്, ക്യാരറ്റ്, ഓറഞ്ച് പോലുള്ളത് നന്നായിട്ട് വളരുക. അതുപോലെ തന്നെയാണ് വസ്ത്രധാരണ രീതിയും. ഉദാഹരണമായിട്ട് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ തണുപ്പ് കൂടുതലായതിനാൽ കമ്പിളി വസ്ത്രങ്ങൾ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത്ര തണുപ്പില്ലാത്ത തമിഴ്നാട്ടിലോ സാധാരണ നിലയിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. വടക്കേ ഇന്ത്യയിലെ സമതലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി കൃഷി ചെയ്യുന്ന ഗോതമ്പ് പ്രധാന ഭക്ഷണം ഇനമാക്കുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാന ഭക്ഷണം ഇനം ഏതാണ്? നെല്ലിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ സമതലങ്ങൾ അവിടേക്ക് എന്താണ്? ഗോതമ്പാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അവിടെ ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ചിട്ടുള്ള വിള ഏതാണ്? ഗോതമ്പാണ്. എന്നാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെക്കേ ഭാഗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രധാന ഭക്ഷണ ഇനം ഏതാണ്? നെല്ലാണ്. അതുകൊണ്ട് നെല്ലിനോട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കേരളം അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. Cardamom grows mainly in the western Ghats. Apart from this, crops such as pepper, ginger, cloves and nutmeg are mainly grown in the western Ghats. The climate and the topography of each region are important factors in determining the way of life of its people, especially food, dress and agriculture. For example, water is needed sparingly while wheat cultivation takes place in the northern plains. Rice, which requires a lot of water, is grown in the states like Kerala depending on the availability of the rainfall. മനസ്സിലായില്ലേ? അതായത് വെസ്റ്റേൺ ഗാട്ട്സിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കാർഡമമാണ്. അവിടെ അതുപോലെ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന ബാക്കിയുള്ള വിളകൾ ഏതൊക്കെയാണ്? പെപ്പർ, ജിഞ്ചർ, ക്ലോവ്സ്, നട്ട്മെഗ് ഒക്കെയാണ് വെസ്റ്റേൺ ഗാട്ട്സിൽ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവിടുത്തെ പീപ്പിളിൻ്റെ വസ്ത്രധാരണ രീതി, അവിടുത്തെ അഗ്രികൾച്ചർ, ഡ്രസ്സ് ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നോർത്തേൺ പ്ലെയിൻസിലൊക്കെ വീറ്റാണ് അവിടുത്തെ കൾട്ടിവേഷൻ. അവിടെ വാട്ടർ കുറവായിരിക്കും, അതുകൊണ്ട് വീറ്റാണ് അവിടെ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ കേരള പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ എന്താണ്? റെയിനിൻ്റെ നല്ലോണം അവൈലബിലിറ്റി ഉണ്ട്, വെള്ളത്തിന് നല്ലോണം അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് അവിടെ നെല്ലാണ് കൃഷി ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൗണ്ടെയിൻ റീജിയൻസിലൊക്കെ അവിടെ വളരെ കൂളായിട്ടുള്ള കാലാവസ്ഥയാണ്. സോ അതുകൊണ്ട് അവിടെ ക്യാരറ്റ്, ആപ്പിൾ, ഓറഞ്ചസ് ഒക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്.
പിന്നെ അവിടുത്തെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കും, അതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാശ്മീരൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ അവർ ഹിമാലയത്തിനോട് അടുത്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, വുളൻ ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. വുളൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, കമ്പിളി വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യുക. എന്നാൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ്, വളരെ ചൂട് കൂടുതലായതിനാൽ അവിടെ എന്താണ് നോർമൽ കോട്ടൺ ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യത്തിലും. ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലൊക്കെ വീറ്റാണ് കൂടുതൽ ഫുഡ് ക്രോപ്പായിട്ട് അവിടെ വീറ്റാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അവിടെ ഫുഡ് ക്രോപ്പ് വീറ്റാണ്. എന്നാൽ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ്, ചൂടുള്ള കാലാവസ്ഥയാണ്, വെള്ളം കുറവാണ്. എന്നാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ ഇൻക്ലൂഡിങ് തമിഴ്നാട് അവിടെയൊക്കെ എങ്ങനെയാണ്, റൈസാണ് അല്ലെങ്കിൽ നെല്ലാണ് അവിടെ ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണം എന്തായിരിക്കും, നെല്ലുമായിട്ടുള്ള സമത അല്ലെങ്കിൽ റൈസായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചു ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ചാണ് ആ സ്ഥലങ്ങളിലെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് മഴയുടെ ലഭ്യത മൂലം ലഭ്യതക്കുറവും അതൊക്കെ അതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ ജനജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തെ മഴ എത്രത്തോളം ലഭിക്കുന്നു അതിനനുസരിച്ചാണ് അവിടുത്തെ കൃഷികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഇല്ലേ. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് കൃഷി ചെയ്യുന്നത് അല്ലേ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലോ പയറുവർഗ്ഗങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തു പോരുന്നത്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വിളകളും അതിൻ്റെ ജലത്തിൻ്റെ ആവശ്യകത, പിന്നെ വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ക്രോപ്പ്, അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്, സോവിങ് മന്ത്സ്, ഹാർവസ്റ്റ് മന്ത്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. റൈസിന് എത്ര വാട്ടറാണ് ആവശ്യമുള്ളത്? അബണ്ടൻറ്റ് വാട്ടർ ഈസ് റിക്വയർഡ്, അതായത് നല്ലോണം വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതിന് വിത്ത് വിതയ്ക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ ജൂണാണ്, ഹാർവസ്റ്റ് ചെയ്യണ മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറാണ്. വീറ്റ് ആണെങ്കിൽ മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ്, വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒക്ടോബർ മാസത്തിലാണ് സോവ് ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത്, ഹാർവസ്റ്റ് ചെയ്യുന്നത് മാർച്ചിലാണ്. വാട്ടർ മെലൺ ആണെങ്കിലും ഇറിഗേഷൻ ഈസ് നീഡഡ് ഇൻ ഏരിയാസ് വിത്ത് സ്പാർസ് റെയിൻഫോൾ, അതായത് വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. അപ്പോൾ അത് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളാണ് ഏപ്രിൽ, വിളവെടുക്കുന്ന മാസങ്ങളാണ് ജൂൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കിയപ്പോൾ വ്യത്യസ്ത കാലങ്ങളിലാണ്, ഓരോരോ മാസങ്ങളിലാണല്ലോ വിളകൾ കൃഷി ചെയ്യുന്നത്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. മനസ്സിലായോ? ഓരോ വിളയും വിളവെടുക്കുന്നതിനും അല്ലെങ്കിൽ അത് ഹാർവസ്റ്റ് ചെയ്യുന്നതിനും സോവ് ചെയ്യുന്നതിനും ഡിഫറെൻറ്റ് സീസൺസിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഈ കാലങ്ങളെയാണ് എന്ത് പറയുന്നത്, ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയുന്നത്. ഈ സീസൺസ് ആർ നോൺ ആസ് ക്രോപ്പിംഗ് സീസൺസ്, അതായത് കാർഷിക കാലങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഓരോ വിളയും കൃഷി ചെയ്യുന്നതിനും വിത്ത് വിതയ്ക്കുന്നതിനും അല്ലെങ്കിൽ വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ പറയുന്ന പേരാണ് കാർഷിക കാലങ്ങൾ അഥവാ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്രോപ്പും സോവ് ചെയ്യുന്നതിനും ഹാർവസ്റ്റ് ചെയ്യുന്നതിനും ഡെഫിനിറ്റ് സീസൺസ് ഉണ്ട്. ആ സീസൺസിനെ പറയുന്ന പേരാണ് ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇന്ത്യയിൽ 3 ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്. ദർ ആർ 3 ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഇതുപോലെ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഇന്ത്യയിലുള്ളത്. ഇനി നമുക്ക് ഓരോരോ സീസൺസ് നമുക്ക് നോക്കാം. ഖാരിഫ് സീസണാണ് ഫസ്റ്റത്തെ. ഡ്യൂറിങ് ഖാരിഫ് സീസൺ ദാറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ, ക്രോപ്സ് ദാറ്റ് റിക്വയർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടൻറ്റ് വാട്ടർ ലൈക്ക് പാഡി, കോട്ടൺ, ജൂട്ട്, ജോഹർ, ബജ്റ ആൻഡ് തൂർ ആർ കൾട്ടിവേറ്റഡ്. എന്താണ് പറയുന്നത്? അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്
അല്ലേ, ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള, അപ്പോൾ എന്തൊക്കെ വേണ്ടത്, ഇത് സൗത്ത് വെസ്റ്റ് മൺസൂണിനോട് ചേർന്ന് വരുന്ന എന്താ പറയുക, ഒരു സീസണാണ് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രോപ്സിന്, ആ സമയത്ത് വിളകൾക്ക് എന്ത് വേണം, ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടൻറ്റ് വാട്ടർ വേണം. അപ്പോൾ നല്ലോണം വെള്ളം വേണം, ഹൈ ടെമ്പറേച്ചറും ആവശ്യമായിട്ടുള്ള ഒരു അതുപോലെയുള്ള വിളകളാണ് അപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലത്തെ വിളകൾ ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോഹർ, ബാജ്റ, തൂർ ആർ കൾട്ടിവേറ്റഡ്. അവിടെ കൃഷി ചെയ്യുന്ന ആ സമയത്ത് കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതായത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന സീസണാണ് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ക്രോപ്സിന്, ആ സമയത്തുള്ള ക്രോപ്സിന്, വിളകൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഹൈ ടെമ്പറേച്ചറും അബണ്ടൻറ്റ് വാട്ടറുമാണ് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോഹർ, ബാജ്റ ആൻഡ് തൂർ. ഇതാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് റാബി സീസൺ എന്ന് പറയുന്നത്. ഇതാണ് റാബി സീസൺ. ഈ സീസണിൽ ഒന്ന് വായിക്കാം നമുക്ക്. ദ റാബി സീസൺ വിച്ച് ബിഗിൻസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് വിൻ്റർ ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ഒക്ടോബർ നവംബർ ഈസ് ദ സീസൺ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് എക്സെട്ര ദാറ്റ് റിക്വയർ ഓൺലി മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ. ദ റാബി സീസൺ എൻഡ്സ് ഇൻ ഫെബ്രുവരി. അപ്പോൾ ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഓൺസെറ്റ് ഓഫ് വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ വരവോടെയാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണല്ലോ ശൈത്യകാലം വരുന്നത്, അതായത് വിൻ്റർ സീസൺ വരുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ ജലവും അതുപോലെ തന്നെ ടെമ്പറേച്ചറും എന്ത് വേണം, മിതമായി ആവശ്യമുള്ള കാലഘട്ടമാണിത്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, ഇതൊക്കെയാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി മാസത്തോടെ റാബി സീസൺ അവസാനിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ ബിഗിൻസ് ഇൻ ദ ഓൺസെറ്റ് ഓഫ് വിൻ്റർ. ഓൺസെറ്റ് ഓഫ് വിൻ്ററിലാണ് റാബി സീസൺ ബിഗിൻ ചെയ്യുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അതിൻ്റെ കൾട്ടിവേഷൻ ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡാണ്. അതിന് എന്തൊക്കെ ഇറക്ക് പറയുന്നത്? മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടറാണ്. പിന്നെ റാബി സീസൺ എൻഡ്സ് എവിടെയാണ്? ഫെബ്രുവരിയിൽ എൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സീസണാണ് സൈദ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സൈദ് സീസൺ എന്ന് പറയുന്നത് വായിക്കാം നമുക്ക്. സൈദ് ഈസ് ദ ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് സീസൺ ദാറ്റ് ബിഗിൻസ് ആഫ്റ്റർ റാബി ഹാർവസ്റ്റ്. During this season, watermelon, cucumber, vegetables, border crops, etc. are grown in areas where irrigation is available. എന്നതിൽ പറയുന്നത്, അതായത് സൈദ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാബിയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണിത് സൈദ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് സീസൺ സൈദ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ റാബി ഹാർവസ്റ്റിന് ശേഷം. അപ്പോൾ ഈ സമയത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ്. എന്തൊക്കെയാണ്? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ, ഇവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഈ സമയത്ത്. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താ? ഗ്രോൺ ഇൻ ഏരിയാസ് വെർ ഈ വെജിറ്റബിൾസ്, ഈ ക്രോപ്സ് ദറ്റ് ആർ ഗ്രോൺ ഇൻ ഏരിയാസ് വെർ ഇറിഗേഷൻ ഈസ് അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഈ വിളകളൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറിഗേഷൻ അവൈലബിൾ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ മനസ്സിലായില്ലേ? മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഓക്കെ, ഇപ്പോൾ ക്രോപ്പിംഗ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് സീസൺ. There are definite seasons for sowing and harvesting each crop. These seasons are called in the cropping seasons അഥവാ കാർഷിക കാലങ്ങൾ. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 ഉള്ളത്: ഖാരിഫ്, റാബി, സൈദ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഫുഡ് ക്രോപ്സിനെ 2 തരം തിരിച്ചിട്ടുണ്ട്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിളകളെന്ന് പറയും. അപ്പോൾ ഭക്ഷ്യവിളകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, സിറിയൽസ് ആൻഡ് പൾസസ്. ഏതൊക്കെയാണ്? സിറിയൽസ് ആൻഡ് പൾസസ് എന്ന് പറയും. സിറിയൽസ് ആൻഡ് പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. In India, fine cereals such as rice and wheat and coarse cereals such as bajra, maize and ragi are grown. അതായത് മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയിൽ രണ്ട് തരം ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വളരെ മൃദുവായിട്ടുള്ള ധാന്യങ്ങളായ ഗോതമ്പ്, നെല്ല് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. In India, fine cereals such as rice and wheat and coarse cereals such as bajra, maize and ragi are grown. ഓക്കെ. ഇനി പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഗ്രാം ആൻഡ് തൂർദാൽ ആർ മേജർ പൾസസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ രണ്ട് തരം ഫുഡ് ക്രോപ്സ് ആണുള്ളത്, പൾസസും സിറിയൽസും. ഇന്ത്യയിൽ ഏതൊക്കെ കൃഷി ചെയ്യുന്നത്? പൾസസും സിറിയൽസും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഫൈൻ സിറിയൽസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ് ആൻഡ് കോഴ്സ് സിറിയൽസ് സച്ച് ആസ് ബജ്റ, മെയ്സ് ആൻഡ് റാഗി ആർ ഗ്രോൺ. അതുപോലെ മേജർ പൾസസ് ഏതൊക്കെയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഗ്രാം ആൻഡ് തൂർദാൽ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്യാഷ് ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, ഓയിൽ സീഡ്സ്. അതായത് നാണ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കരുക്കൾ. നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് ആണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നൊരു വിളയാണ് നാണ്യവിളകൾ. നാണ്യവിളകളിൽ വരുന്നതാണ് കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. The crops that are grown commercially on a large scale are called cash crops. These include sugarcane, tobacco, cotton, jute and oil seeds. നെക്സ്റ്റ് വരുന്നതാണ് ഫൈബർ ക്രോപ്സ്, അതായത് നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് ആരാണ്? നാരുവിളകളാണ്. കോട്ടൺ ആൻഡ് ജൂട്ട് ആർ മേജർ ഫൈബർ ക്രോപ്സ് ഇൻ ഇന്ത്യ. ഫൈബർ ക്രോപ്സ് പ്രൊവൈഡ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണേ? ദ ഫൈബർ വി നീഡ് ടു മേക്ക് മെനി തിങ്സ് ലൈക്ക് ഫാബ്രിക്സ്, ബാഗ്സ് ആൻഡ് സാക്സ്. ഇതൊക്കെയാണ് ഫൈബർ ക്രോപ്സ്. നമുക്ക് ഫൈബർ ക്രോപ്സിൽ നിന്ന് ഫൈബറാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കുറേ ഐറ്റംസാണ് ഫാബ്രിക്സ്, ബാഗ്, സാക്സ് ഒക്കെ. അപ്പോൾ മേജർ കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മേജർ ഫൈബർ ക്രോപ്സാണ് ഇതൊക്കെ, കോട്ടണും ജൂട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ എണ്ണക്കുരുക്കൾ. അതായത് ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്, റേപ്പ് സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. അതായത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ ഇതൊക്കെയാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ട വിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. മനസ്സിലായോ? ഇവ കൂടാണ്ട് തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മറ്റ് ക്രോപ്സ് ഏതൊക്കെയാണ്? ടീ, കോഫി, റബ്ബർ, സ്പൈസസ് ആൻഡ് ട്യൂബേഴ്സ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. എമംഗ് ദീസ് മെനി ആർ കൾട്ടിവേറ്റഡ് ആസ് പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിളകൾ എന്ന് പറയും. ഓക്കെ. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലേ? ഇവയെല്ലാം കൃഷി ചെയ്യുന്ന ഒരേ രീതിയിലാണോ? അല്ല, എല്ലാത്തിനും ഡിഫറെൻറ്റ് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളവിൻ്റെ മൂല്യം, അതുപോലെ തന്നെ ലഭ്യമായ സാങ്കേതിക വിദ്യ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോ വിളകളും കൃഷി ചെയ്യുന്നത് ഓരോ തരം രീതിയിലാണ്. അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ്
കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളനുസരിച്ചാണ് അവിടുത്തെ കൃഷികൾ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസാണ്, തുടർ പ്രവർത്തനങ്ങളാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പഠിച്ചതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.